സ്കൂൾ തുറക്കാറായ പിന്നെ ഈ പാട്ട് മാത്രമാണ് കേൾക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്കത് കേൾക്കുന്നതേ കത്തിയ. നിങ്ങൾക്കറിയാവോ, സ്കൂളിൽ പോയാൽ നല്ല കൂട്ടുകാർ കിട്ടും, നല്ല ടീച്ചർമാർ കിട്ടും എന്നാണല്ലോ. പക്ഷെ എനിക്ക് ടീച്ചർമാരുടെ കയ്യിൽ നിന്നും കൂട്ടുകാരുടെ കയ്യിൽ നിന്നും നല്ലത് കിട്ടാനാ പതിവ്. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തത്. എന്നും തല്ലിക്കൊട്ടും വഴക്കുമാണ് സ്കൂള് മാറ്റാന്ന് അച്ഛൻ. സ്കൂള് മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ മാറണ്ടേ, എന്നാലല്ലേ എന്റെ തല്ലിന്റെ എണ്ണം കുറയൂ. തന്നെ മോളെ തന്നെ. അയ്യോ അമ്മ വിളിക്കുന്നു. വിളിക്കാം. ഈ കൊച്ചിത് എവിടെ പോയിരിക്കോ? വിളിച്ചാ വിളിയും കേക്കത്തില്ല. എന്റെ ദൈവമേ, ഒളിച്ചിരിക്കായിരിക്കും. തന്നെ മോളെ ഒളിച്ചിരിക്കണ്ട, ഇറങ്ങി വന്നേര്. സ്കൂളിൽ പോകാനല്ല. സത്യം. എന്നാ പറ? ട്യൂഷന് പോകാനാ. രക്ഷപ്പെട്ടു. അയ്യോ, നിനക്ക് എന്നാടി ട്യൂഷന് പോകാൻ ഇത്രയ്ക്ക് മടി? എനിക്ക് ട്യൂഷന് പോണ്ട, തലവേദനയാ. അതുകൊണ്ട് അവർക്ക് ഞാൻ കാശ് എണ്ണി കൊടുക്കുന്നുണ്ടല്ലോ. അവർക്ക് തലവേദനയല്ല, എനിക്ക് തലവേദനയാണ്. ആ അടവ് മോള് കയ്യിൽ വെച്ചാ മതി കേട്ടോ. നിനക്ക് എന്നാടി വിളിച്ചാ വിളിയും കേക്കാത്തത്? ഒരു ദിവസം 24 മണിക്കൂർ എടി തന്നെ എന്ന് വിളിക്കുന്ന സമയത്ത് എല്ലാ ദൈവനാമവും വിളി പുണ്യം കിട്ടും. അപ്പൊ നിന്നെ വിളിച്ചാലോ ഒരു പുണ്ണാക്കും കിട്ടില്ല. അച്ഛൻ പറഞ്ഞിട്ട് പോയേക്കുന്ന എന്നാന്നറിയോ? ഉച്ച കഴിഞ്ഞ് സ്കൂളിലേക്ക് വേണ്ട സാധനം മേടിക്കണമെന്നാ. ഡെസ്കും ബെഞ്ചും കൊണ്ടാണോ സ്കൂളിൽ പോകുന്നത്? എന്നൊക്കെ വേണം. സ്കൂളിൽ പോണെങ്കിൽ ബാഗ് വേണം, കുട വേണം, വാട്ടർ ബോട്ടിൽ വേണം, ലഞ്ച് ബോക്സും വേണം. മോൾക്ക് ഇത്രയൊക്കെ മതിയോ? ബുക്കും പുസ്തകം വേണമെന്നും വേണ്ടേ? ബുക്കും പുസ്തകം വേണമെന്നും പറഞ്ഞില്ലെങ്കിൽ കെട്ടിപ്പിച്ച് തരുമല്ലോ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച പറയുന്ന കേട്ടില്ലേ? എടി 7 കൊല്ലം കൂടെ കഴിഞ്ഞാലുണ്ടല്ലോ. 7 കൊല്ലം ഒന്നും അല്ല, ഒരു 10-15 കൊല്ലം കൂടെ കഴിഞ്ഞു മതി കല്യാണം പോലും. എടി 7 കൊല്ലം കഴിഞ്ഞ നീ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അമ്മ പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ലേ ഈ 10ാം ക്ലാസ് പഠിക്കുന്നത്. അതെന്താ മോളെ? അതിന് 8-9 ഒക്കെ ജയിക്കണം. അതാടി പറഞ്ഞത് പഠിക്കണമെന്ന്. അല്ലെങ്കിൽ അമ്മ നടക്കുന്ന പോലെ നടക്കേ. ഞാൻ ഏത് കരക്കാരുടെ കുതിരണയും പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത്. നീ ജനിച്ചപ്പോ മുതൽ നിന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡോക്ടർ ആക്കണമെന്ന്. എന്നിട്ട് നീ വളർന്നു വന്നപ്പോഴല്ലേ മനസ്സിലായി നീ ഒരു കമ്പൗണ്ടർ പോലും ആകത്തില്ലെന്നോ. മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ അമ്മ വെറുതെ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്? നിനക്ക് എന്നാണ് സ്കൂളിൽ പോകാൻ ഇത്രയ്ക്ക് മടി? അതെ, എന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ. എന്ത് സ്നേഹം? എന്റെ അച്ഛനെ വളരെ കഷ്ടപ്പെട്ടാ കാശ് ഉണ്ടാക്കുന്നത്. വെറുതെ എന്തിനാ കാശ് നഷ്ടപ്പെടുത്തുന്നത്? നീ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കുന്ന പിന്നെ ജാതകം എഴുതിയ ജോത്സ്യം പറഞ്ഞത്. പുള്ളിക്ക് ജാതകം എഴുതിയാ മതി, ഇവിടെ പരീക്ഷ എഴുതുന്നത് ഞാനാ. എനിക്കറിയാം എന്ത് കിട്ടും. മോളെ, നിനക്ക് വിദ്യാഭ്യാസത്തിന് വില അറിയാഞ്ഞിട്ടാ. കണ്ടില്ലേ നിന്റെ അച്ഛൻ ജോലിക്ക് പോകുമ്പോ 15 കിലോമീറ്റർ അങ്ങോട്ടും 15 കിലോമീറ്റർ ഇങ്ങോട്ടും പോയി വരുന്നത്. അതെ, വിദ്യാഭ്യാസത്തിന്റെ വില അറിയാവുന്നതുകൊണ്ടല്ല, ബസിന്റെ ബോർഡ് വായിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഠിക്കാൻ വേണ്ട സമയത്ത് പഠിക്കണം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഈ അമ്മയുടെ ഒരു പറച്ചിലുണ്ട്, പഠിക്കേ. ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരമ്മ. ഹായ്, മോളുടെ പേരെന്താ? തന്നെയാണോ? മോളുടെ അച്ഛനും അമ്മയൊക്കെ എവിടെ പോയി? അതല്ല, എന്റെ പേരാണ് പറഞ്ഞത്, തന്യ. തന്യ മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? തുടങ്ങി ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ടൊരെണ്ണം പോയതേ ഉള്ളു. അപ്പഴത്തേക്കും അടുത്ത ക്ലാസ്സും കൂടി ഇങ്ങോട്ട് വന്ന് ഈ പഠിക്കുന്ന കാര്യമല്ലാതെ കളിക്കുന്ന കാര്യമല്ലോ ചോദിക്കാനുണ്ടോ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ പിള്ളേരെ പിടിക്കാൻ വന്നു. അയ്യോ അമ്മേ, പിള്ളേരെ എന്റെ കൊച്ചിനെ തൊടുന്നോടി. അപ്പം മുമ്പേ പറഞ്ഞതോ പിള്ളേരെ പിടുത്തക്കാരിയാന്നോ? അതെന്റെ സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടി പിള്ളേരെ പിടിക്കാൻ വന്നതാ. ഏത് സ്കൂള്? ഓ, ആന്റടി പെന്റടി. ആന്റടി വന്ന
പുതിയ സ്കൂളാ, ഓഫറും ഉണ്ട്. ഓഫ് റോഡാ? ഹായ് അമ്മ പറഞ്ഞേ കേട്ടില്ലേ? ഓഫ് റോഡ് സ്കൂളിൽ പോണത്. അയ്യോ ഓഫ് റോഡ് അല്ല, ഓഫർ. അതായത് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ ഊണ്. സ്കൂളിലല്ലോ, വീട്ടിലല്ലേ ഊണ്. പിള്ളേര് വീട്ടിൽ ഇരുന്ന് ഊണ് കഴിച്ച് മടുത്തിട്ടാ സ്കൂളിലോട്ട് വരുന്നത്. അന്നേരം അവിടെ ഊണ് തന്നെ വല്ല ബിരിയാണി വെച്ച് കൊടുത്തൂടെ? അയ്യോ 3 ദിവസം മട്ടനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മട്ടനുള്ള 3 ദിവസം ഞങ്ങൾ രണ്ടുപേരും വരാം. ഞാൻ ഇങ്ങ് പോരും. നീ എന്താ വർത്താനം പറഞ്ഞത്? മട്ടൻ തിന്നിട്ട് പോരുമെന്നോ? എടി 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണം, കഴിച്ചത് ദഹിക്കണ്ടേ. മോളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? റോക്ക് ബ്രേക്കിംഗ് ടെക്നീഷ്യൻ. ഓഹോ, അപ്പൊ വിദേശത്തല്ലേ? എന്റെ ടീച്ചറെ റോക്ക് ബ്രേക്കിംഗ് പാറ പൊട്ടിക്കാൻ പോകുന്നു. അതായിരുന്നു. അമ്മ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് വുമൺ. ഓഹോ, അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ജോലിയല്ലേ? എന്ത് കണ്ടാലും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യും. അത് കണ്ട് നാട്ടുകാര് വിളിക്കുന്ന പേരാണ് പോസ്റ്റ് വുമൺ. നിങ്ങളുടെ കുട്ടിക്ക് കലാപരമായ വല്ല കഴിവുകളും ഉണ്ടോ? ഞാൻ പാട്ട് പാടും, അല്ലാതെ ഡാൻസ് ഐറ്റംസ്. അമ്മയ്ക്ക് ഓട്ടം തുള്ളേ അറിയാം. അപ്പൊ അച്ഛനോ? അമ്മയുടെ തുള്ളേ ഓടുന്നപ്പോ അച്ഛൻ ഇറങ്ങി ഓടും. കുട്ടിക്ക് ആക്ടിവിറ്റി. അമ്മയുടെ ആക്ടിവ ഞാനല്ല വിറ്റത്, അത് അച്ഛനാ. എന്തൊക്കെ സംഭവിച്ചാലും കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ചേർക്കണം. ചേർക്കാൻ വരുമ്പോൾ ആധാർ കാർഡും റേഷൻ കാർഡും തിരിച്ചറിയ കാർഡും കരം അടച്ച രസീതും കൊണ്ടുവരണം. അപ്പൊ കൊച്ചിനെ കൊണ്ടുവരുന്നത്? അല്ല, ടീച്ചറിന്റെ സ്കൂൾ എവിടെ? നടക്കാവ്. ടീച്ചർ നമുക്ക് നടക്കാം. അയ്യോ അതല്ല പറഞ്ഞേ, സ്കൂളിൽ ഇരിക്കുന്ന സ്ഥലമാ നടക്കാവ്. ഓ, ഞാൻ പറയുന്നതൊന്നും മൊത്തം കേൾക്കെ. പിന്നെ ഈ സ്കൂളിൽ എന്ന് ഹോംവർക്ക് കൊടുത്തു വിടും, അത് മോള് ചെയ്യണം. ഹോംവർക്കോ? ഞാനല്ലോ, അമ്മയല്ലേ ചെയ്യണ്ടേ? ഞാനോ? ഹോംവർക്ക് പറഞ്ഞേ എന്നാ ടീച്ചറെ? വീട്. വർക്ക് എന്ന് പറഞ്ഞ എന്നാ? ജോലി. അപ്പൊ ഹോംവർക്ക് എന്ന് പറഞ്ഞ എന്നാ? വീട്ടു ജോലി. ഞാനല്ലല്ലോ, അമ്മയല്ലേ ചെയ്യണ്ടേ? ആരെങ്കിലും ഒക്കെ ചെയ്, പക്ഷെ കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ചേർക്കണം. അല്ല, ടീച്ചറുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവും 2 മക്കളും. മക്കളെ എവിടെ ചേർത്തിരിക്കുന്നത്? CBSE സ്കൂൾ. സ്വന്തം മക്കളെ CBSE സ്കൂളിലും കരക്കാരുടെ പിള്ളേരെ ജോലിയേക്കുന്ന സ്കൂളിലും ആക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ജോലി ചെയ്താലേ എന്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ